ജഹാന വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നതായി ഞാൻ എൻ്റെ ഗ്രാമീണ എത്തിയിട്ടാണുള്ളത്. ഞങ്ങളോട് വന്നിട്ട് ബനാന ഷേക്ക് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞാൻ അവിടെ ബനാനയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഇതില്ല ഉണ്ടെങ്കിലാണ് നല്ല സ്മൂത്തായിട്ട് ബനാന കട്ടായിട്ട് വരത്തുള്ളൂ. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കശുവണ്ടി നമുക്ക് നമ്മുടെ ബീറ്റിംഗ് പ്രോസസ്സിലോട്ട് കിടന്നാലോ. പിന്നെ ഞാനിവിടെ പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 2 പേർക്കൊക്കെ ഉള്ളതാണെങ്കിൽ 2 ബനാന എടുക്കാം. ഞാൻ ഇപ്പോഴത്തെ പാലിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുപ്പി ഞങ്ങളവിടെ 2 ബനാന എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്യാം വിതൗട്ട് ആഡിങ് ദാറ്റ് മിൽക്ക്. അങ്ങനെ ഫസ്റ്റ് നമ്മളത് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ജാറിലോട്ട് നല്ലപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ജാറിലോട്ട് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് മിൽക്കിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. അതർവൈസ് ഇറ്റ് വിൽ ബി നോട്ട് ആൻ സ്മൂത്ത് കൺസിസ്റ്റൻസി ആൻഡ് ഗുഡ് കൺസിസ്റ്റൻസിന് കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും ചേർത്ത് അടിക്കാം കേട്ടോ, കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. പക്ഷേ ഞാനിവിടെ ബനാന മാത്രമായിട്ടാണ് എടുത്തിട്ട് അടിക്കുന്നത് കേട്ടോ. എന്നാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകും. എൻ്റെ കയ്യിൽ ബനാന 2-3 ഫ്ലോർ ഉണ്ടായതുകൊണ്ട് മറ്റേതൊക്കെ പിന്നെ ഷേക്ക് തന്നെ കളിച്ചേക്കാം. കുറേ നാളെ ഷേക്കൊക്കെ കളിച്ചിട്ട് ഷേക്ക് അടിക്കാൻ കഴിയും. ആ പ്രാവശ്യം ഞാൻ ഇവിടെ ബനാനയൊക്കെ തിരിച്ചേർത്ത് അടിക്കാൻ വേണ്ടി പോവാണ്. സമയം നമ്മളുണ്ടോ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ എന്താ ഇത്രയും ക്വാണ്ടിറ്റി കാഷ്നട്ട്സാണ് എടുത്തിട്ടാണ്. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. ദാറ്റ് ഈസ് യുവർ ചോയ്സ് ഹൗ മച്ച് യു നീഡ് ടു ടേക്ക്. ഇതുണ്ടോ, ഞാനും ഇത് മേടിച്ചു. കുറേ നാളായിട്ട് എൻ്റെ ഉള്ളതാണ്. പക്ഷേ ചുമ്മാ ഒന്ന് കാണിച്ചു തരുന്നേക്കാണ് വെച്ച് കളിക്കാൻ എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ ബ്രദറിനും വളരെ ഇഷ്ടമാണ്. ഞാനും എൻ്റെ ബ്രദറും കൂടെ ഉള്ളൊരു സ്കൂട്ടർ, അതിൻ്റെ അത് ഞങ്ങൾ കൃഷീൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂട്ടറും ഒരു കൃഷി ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ ബ്രദർ ഓടിക്കുന്ന വണ്ടി ഇതൊക്കെ ആ ഒരു ബ്ലോഗും കൂടി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് മദർ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഹായ് പറയും, ഹായ് പറയാൻ എന്തൊക്കെ പോലെയൊക്കെയാണോ ഞാൻ മേടിക്കുന്നത്. ഗ്രാൻഡ്മയ്ക്ക് എന്തോ ഒരു നാണം എന്നൊക്കെ പറയാമല്ലോ. ഗ്രാൻഡ്മയ്ക്ക് ഇതൊക്കെ എന്തോ പോലെയാണ്, എന്തൊരു പേടിയൊക്കെ. ഇനി എന്തായാലും പഠിച്ചു ഒരു ഗ്ലാസ് ഫുള്ളായി ഗ്ലാസ്. ഞാനിത് 2 ബീറ്റ് ചെയ്ത് എടുത്തപ്പോഴത്തേനും അത് ഫുള്ളായ ഗ്ലാസ്സായത്. ഗ്ലാസ് എൻ്റെ ഗ്രാൻഡ് മദർ ഒഴിക്കുന്നുണ്ട്, കടയിൽ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് ഫുള്ളായിട്ട് വടിച്ച് ഒഴിക്കാം കേട്ടോ. വടിച്ച് ഒഴിക്കാം കേട്ടോ. ഫുള്ളും ഞാൻ വടിച്ചിട്ടുണ്ട്. ഫുൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാശിന് വെച്ച സാധനം എന്ന് പറയുന്നത് ഞാനവിടെ വേറൊരു ഗ്ലാസ് എടുത്തിട്ട് വന്നിട്ടില്ല. ഷേക്ക് ഒഴിക്കാൻ വേണ്ടി പോകണം. ഷേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ നല്ല പോലെ പറഞ്ഞാൽ നല്ല പോലെ ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഷേക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു സ്കൂപ്പ് ഐസ്ക്രീം ഇടാം. ഐസ്ക്രീം എടുക്കുമ്പോൾ ഈ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ.
കുടിക്കാനായിട്ട് ഐസ്ക്രീം ഉണ്ട്. എല്ലാവരും ആ കുടിച്ചാൽ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വനില ഐസ്ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. വനില വളരെ ലെസ് ആൻഡ് സ്മൂത്ത് ആൻഡ് ടേസ്റ്റി. ഇപ്പോൾ ഓർത്ത് ടൈമിലൊക്കെ ആകുമ്പോഴത്തേനും വളരെ ഇതായിരിക്കും. ഓർത്ത് കഴിക്കല്ലേ ഐസ്ക്രീമൊക്കെ. ആ ടൈമിൽ ഓർത്ത് ഫ്രിഡ്ജിൽ കുറച്ച് ഐസോടെ കിട്ടും. അതുകൂടെ എടുത്തിട്ടാണ് കുറച്ച് ഐസും കൂടെ എടുത്തിട്ട് വരാമെന്ന്. അങ്ങനെ ഐസ്ക്രീം അത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു. ആ ഫ്രിഡ്ജിൽ ഐസ് ഉണ്ടായിരുന്നില്ല. അത് എംറ്റി കാശ് എംറ്റി. അങ്ങനെയാണെങ്കിൽ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട്, വനില ഐസ്ക്രീം. ഏകദേശം വനില തന്നെ കളിക്കുന്നത്. രസമൊക്കെ വനില ആയിരിക്കും മോർ ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ് കുറേ വനില ഐസ്ക്രീം കൊടുക്കുന്നത്. വളരെ രസമായിട്ടുള്ള വനില ഐസ്ക്രീമാണ് നമുക്ക് ജസ്റ്റ് ഫോർ അതിൻ്റെ ഡെക്കറേറ്റാണ്. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് ക്രഷ് നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രഷ് നട്ട്സ് കൂടി ഇട്ടപ്പോൾ നല്ലൊരു ഡെക്കറേറ്റീവ് ബ്യൂട്ടിഫുൾ ഐസ്ക്രീം ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീം ഷേക്ക് ഞാൻ കുടിച്ച് നോക്കിയിട്ട് പറയാവേ. ഗ്ലാസ് ഫുൾ എടുത്തുകൊണ്ട് കുറച്ച് നിറഞ്ഞു പോയി ഗൈസ്. പക്ഷെ അടിപൊളിയാണ് ഗൈസ് ഐസ്ക്രീം വിത്ത് ദിസ് ഫണ്ടാസ്റ്റിക് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അയ്യോ ഒരു കാര്യം മറന്നുപോയി. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.